ഹലോ ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഹാപ്പി പെസഹ. അങ്ങനെ ദാ ഈസ്റ്റർ ഇങ്ങ് എത്തി. ഓ ഗോഷ്, ഇന്ന് പിള്ളേരുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ പിള്ളേരെ എല്ലാം രാവിലെ തന്നെ വിട്ടു. ഞാൻ ഓർത്ത് ഒരുപാട് നാളായി ഒരു ലോങ് ഫോം വീഡിയോ ഞാൻ ചെയ്തിട്ട്. സോ ഇന്നാണെങ്കിൽ ഒരു അവിയൽ ദിവസം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം ഐ തോട്ട് ഐ ജസ്റ്റ് ടേക്ക് യു അലോങ് ആസ് വെൽ. So in the Pesahana, the Holy Week has begun, and so in the I'm thinking ഞാനൊരു പെസഹ അപ്പമും പാലും ഉണ്ടാക്കാമെന്ന്. ആക്ച്വലി ദിസ് ഈസ് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ഇതെൻ്റെ ആദ്യത്തെ പെസഹ അപ്പം ആൻഡ് പാലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ദിസ് ഇസ് ആക്ച്വലി ദ 14th ഇയർ ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഇയർ ഞാനായിട്ട് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഇതിന് മുമ്പ് എപ്പോഴും ദർ വാസ് ഓൾവേസ് സംബഡി കോളിങ് അസ്. ഒന്നെങ്കിൽ ചേച്ചിയുടെ പേരൻസ് ഇവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചേട്ടനും ചേച്ചി അവരുടെ വീട്ടിലോട്ട് വിളിക്കും. അങ്ങനെ എപ്പോഴും എന്തെങ്കിലും കാണും നമുക്ക് പെസഹയ്ക്ക്. പക്ഷേ ഇന്നിപ്പോൾ ഒന്നുമില്ല, ചേച്ചിക്കാണെങ്കിലും വയ്യ, സോ അവിടെ പെസഹ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ അവിടെ ചേച്ചിക്ക് ഒരെണ്ണം കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിവേസ് എനിക്ക് പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പിടിയില്ല. ഇപ്പം മമ്മിയോടൊക്കെ ചോദിച്ചാൽ പിന്നെ ശരിയായില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ചോദിക്കുന്നില്ല. ഞാൻ യൂട്യൂബിലൊരു റെസിപ്പി കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. കണ്ടിട്ട് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള റെസിപ്പി ആയിട്ട് തോന്നുന്നില്ല. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ഷോട്ട്, വിൽ ട്രൈ. ആൻഡ് അതിന് ഉഴുന്നൊക്കെ മറ്റേ കുതുക്കാൻ ഇട്ടിട്ടുണ്ട്. സോ ഐ ട്രൈ ദാറ്റ്. അപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇന്നാണ് പിള്ളേരുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. കാരണം അടുത്ത ആഴ്ച മുതലും എല്ലാ ദിവസവും പിള്ളേർ വീട്ടിൽ തന്നെ കാണും. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈം കിട്ടില്ല. സോ ഐ ഹാവ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. വീടിൻ്റെ കുറച്ച് റീസെറ്റ് ഉണ്ട്, കുറച്ച് കുക്കിംഗ് ഉണ്ട്. പിന്നെ ഈസ്റ്റർ ഇസ് കമ്മിങ്, സോ പിള്ളേരുടെ ഈസ്റ്റർ ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കണം. ആൻഡ് ലോഡ് ഓഫ് ലൈക്ക് നിക് നാക് സ്റ്റഫ്. പിന്നെ അപ്പം ഉണ്ടാക്കണം. അപ്പം പിന്നെ പെസഹ ഇന്ന് വൈകിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കൂടിയിട്ട് പിന്നെ രാത്രിയിലൊരു മൂവി പ്ലാൻസും ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ പ്ലാൻ ഫോർ ടുഡേ. സോ നമ്മളിവിടെ ഭയങ്കര ഒരു ട്രഡീഷണൽ റിലീജിയസ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. നമ്മൾ നമ്മുടേതായ ഒരു കസ്റ്റം ഉണ്ടാക്കി, നമ്മുടേതായ ചെറിയ ട്രഡീഷൻസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിവിടെ അത് പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം വാട്ട് ഇസ് ഈസ്റ്റർ ആൻഡ് വൈ വി ആർ സെലിബ്രേറ്റിംഗ് പെസഹ, അങ്ങനെയെല്ലാം. സോ അതിനൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീനോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, നൊയമ്പ് നോക്കുക, അങ്ങനെ ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് what feels right in your heart, what you want to pass on to your kids, അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ ഒരു സിസ്റ്റം പറഞ്ഞു തന്നിട്ടുള്ളൊരു റൂൾസും റിക്വയർമെൻറ്റ്സും ഒന്നും അല്ല കേട്ടോ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. സോ എനിവേസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ടൈമില്ല, ലെറ്റ്സ് ക്വിക്ക്ലി ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ബിഫോർ വി സ്റ്റാർട്ട് നമുക്ക് കുറച്ച് എനർജി ബോഡിക്ക് വേണമല്ലോ. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ ഈസ് ഒരു ഡെക്കറേഷൻസും ഇല്ലാത്ത ടോസ്റ്റ്, പോച്ച്ഡ് എഗ് ആൻഡ് സം അവക്കാഡോ, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ടഡ്. ദിസ് ഇസ് ഹൗ ഐ മേക്ക് മൈ പോച്ച്ഡ് എഗ് നൗ. കുറച്ച് വെള്ളം ഒരു കപ്പിലോ ഗ്ലാസ്സിലോ വെള്ളം എടുക്കുക. ആൻഡ് മുട്ട ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചിടുക. ട്രസ്റ്റ് ദ പ്രോസസ്. ഇതുണ്ട് ഇങ്ങനെ. ആൻഡ് ഇത് നമ്മൾ മൈക്രോവേവിൽ ഒരു 45 സെക്കൻഡ്സോളം വയ്ക്കും. And just one avocado as well. Avocado is like a powerhouse, right? ഇതിൻ്റെ അകത്ത് ഒമേഗ ഫാറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നല്ല പോലുള്ള ഒരു അടിപൊളി സാധനമാണ് അവക്കാഡോ. എനിക്കിതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. ഐ ജെന്യുവൻലി ലൈക്ക് അവക്കാഡോസ് ടേസ്റ്റ്. ഈ അവക്കാഡോ ആയോന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ചൊരു ടൈറ്റാണ് ടു ടേക്ക്. അയ്യോ കഷ്ടം, ഇതായിട്ടില്ല.
ഒരു അവക്കാഡോയ്ക്ക് എന്തോ $2 കണ്ട. ദാറ്റ്സ് ലൈക്ക് ഒരു 120 റുപ്പീസ്. അതാണ് ഇപ്പോൾ പോയേക്കുന്നത്. ഇത് കണ്ട, ഇതിപ്പോൾ നല്ല ഈസി ആയിട്ട് വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് അവക്കാഡോ. ആക്ച്വലി ഹാഫ് അവക്കാഡോ മതി, പക്ഷേ ഐ എം ജസ്റ്റ് ഗോണ ടേക്ക് എ ഫുൾ വൺ ബിക്കോസ് അല്ലെങ്കിൽ ഇത് കേടായി പോകും. നമ്മുടെ മുട്ട കണ്ടോ? അപ്പോൾ ആ വൈറ്റ് ഇങ്ങനെ അതിൻ്റെ കവർ ചെയ്ത് ഒരു പ്രോപ്പർ പോച്ച്ഡ് എഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാൻ പോവാ. സോ that's all. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. I'm just going to plate it in toast, egg, my sliced avocado on top. നമ്മുടെ നാട്ടിലെ പിക്കിളല്ല, പിക്കിൾഡ് സുക്കീനി. അത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫാമിൽ നിന്ന് മേടിച്ച സാധന. ലുക്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ക്വൈറ്റ് യമ്മി. നല്ലൊരു ഒരു കമ്മർപ്പും മധുരവും എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് ഉള്ളൊരു സാധനം. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ സോസിലൊക്കെ ഇട്ടാൽ ഒരു ടേസ്റ്റാണ്. സോ യെസ്, ദാറ്റ് ഇറ്റ് ഈസ്. ഇങ്ങനെ മുറിക്കുമ്പം ദ എഗ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. സോ ബട്ട് ദർസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലിക്വിഡി പാർട്ട് as well. കോഫി ആൻഡ് ഇത് കണ്ടോ, ഇത് ഹേസൽനട്ട് സിറപ്പാണ്. സോ ഇത് നമ്മുടെ കോഫിയിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വേറെ എക്സ്ട്രാ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ഹേസൽനട്ട് ലാറ്റെ കുടിക്കാം. ഒട്ടും വേസ്റ്റഡ് ആയിട്ടുള്ള കഴിപ്പല്ലെന്നറിയാം, ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. അപ്പം ഞാൻ എന്താ ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ചാൽ എനർജി കിട്ടാനാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മടിയായി, എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് പഠിച്ചിരിക്കാനാണ് തോന്നുന്നത്. ബട്ട് നോ, വി കാൻ ഡു ദാറ്റ്. ഐ ഹാവ് തിങ്സ് ടു ഡു. സോ ഈ ഒരു കേർട്ടൻസ് ഇവിടെ ഞാൻ മേടിച്ചിട്ട്, ഈ വീട് മേടിച്ചപ്പം വെച്ച കേർട്ടൻസാണ്. ഇതുവരെ തലക്കിയിട്ടില്ല. സോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഐ ബിൻ വാഷിംഗ് ദീസ് കേർട്ടൻസ്. ആൻഡ് സോ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് അമ്മീ നല്ല വെയിറ്റും സൈസും ഒക്കെ ഉണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോണ പുട്ട് ഇറ്റ് അപ്പ്. ഐ ഹാവ് ടു ഫിഗർ ഔട്ട് ഹൗ ടു പുട്ട് ദിസ് ബാക്ക് അപ്പ്. ഞാൻ അതിൻ്റെ നെറ്റ് പോർഷൻ ഓൾറെഡി വാഷ് ചെയ്ത് മുകളിലോട്ട് ഇട്ടായിരുന്നു. ദാറ്റ് വാസ് ക്വൈറ്റ് ഈസി, വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. സോ ലെറ്റ് മീ ട്രൈ പുട്ടിങ് ദിസ് അപ്പ് നൗ. ആൻഡ് ബാക്കി കേർട്ടനും ബെഡ്റൂമിലെ കേർട്ടനും ഒക്കെ വാഷ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ടഡ്. This needs to be washed. പക്ഷേ ഇതിനെക്കാട്ടി പൊടി ബെഡ്റൂമിലെ കേർട്ടൻസിനാണ്. സോ അതുകൊണ്ട് ഐ തിങ്ക് ഐ വിൽ ഡു ദാറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ കം ബാക്ക് ടു ദാറ്റ് കേർട്ടൻ. അല്ലെങ്കിൽ ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ടൈം കിട്ടിയില്ലെങ്കിൽ ഐ ജസ്റ്റ് വോണ്ട് ഡു ദാറ്റ്. ബട്ട് ദാറ്റ്സ് ക്വൈറ്റ് ക്ലീൻ. അപ്പം ദാറ്റ്സ് ഓക്കെ. കാരണം അധികം യൂസ് ചെയ്യാത്ത കേർട്ടൻ. പക്ഷേ ബെഡ്റൂം കേർട്ടൻ ഇതിലും പൊടിയുണ്ട്, നല്ല പൊടിയുണ്ട് അതിൽ. സോ ഐ ഹാവ് ടു പ്രോപ്പർലി വാഷ് ദാറ്റ്. സോ അത് ചെയ്യട്ടെ. നല്ല പൊടിയുണ്ട്.
എന്തായാലും ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. കളഞ്ഞു കിട്ടിയ ഒരുപാട് ഹെയർ ബാൻഡ് ഇതാ ഇവിടെ നിന്ന് ക്യൂ പൊങ്ങി വരുന്നുണ്ട്. ചെയ്യാനും തോന്നുന്നില്ല. നമുക്ക് ചെയ്യാനായിട്ട്. സോ ഞാനവിടെ ക്ലീനിങ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ കിച്ചണിലെ പണികൾ തുടങ്ങണം. അപ്പം ഉണ്ടാക്കണം. അതിനു മുമ്പ് കുറച്ച് മാരിനേഷനും അരിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ വല്ലാണ്ട് ലേറ്റ് ആയി പോകും. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഞാൻ ഇത്തവണ പണി എളുപ്പമാക്കാനായിട്ട് ഡൈസ്ഡ് ചിക്കൻ മേടിച്ചു. സോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇത് ഇട്ടാൽ മതി. അപ്പോൾ കട്ടൊന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് മേക്സ് ഇറ്റ് ഈസി. ഇത് രണ്ടുമാണല്ലോ ടൈം എടുക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് അപ്പത്തിൻ്റെ അതൊക്കെ നോക്കാം. എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീണ്ടും ആ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്യണം. സോ ലെറ്റ്സ് സീ എന്താവുമെന്ന് കണ്ടറിയാം. ഇതുണ്ടാക്കാൻ നോക്കുന്നത് ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ്. കുറച്ച് ചെയ്യുമ്പോഴേ എല്ലാം കൂടെ കുളമാവുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചോറായിട്ടുണ്ട്, ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് മാരിനേഷൻ പിള്ളേർക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. കാരണം പിള്ളേർ ഈ ഒരു എരിവുള്ള കറി കഴിക്കില്ല. സോ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് കുറച്ച് ക്രീമും കൂടെ ചേർത്ത് ഇടാനാണ് പ്ലാൻ. ആൻഡ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടേറ്റോ
ഈ ചിക്കൻ കറിക്കകത്തോട്ട് ഇടുന്നുണ്ട്. എനിക്ക് പൊട്ടേറ്റോ ചിക്കൻ കറിയിൽ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. എനിക്ക് ചിക്കനെക്കാട്ടും ഇഷ്ടം പൊട്ടേറ്റോ കഴിക്കാൻ. കുറച്ച് സ്ലൈസ് കോക്കനട്ടും കൂടി ഇട്ടാൽ ചുമ്മാ രസത്തിന്. എല്ലാം ഇവിടെ ഫ്രോസൺ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, എളുപ്പമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പത്തിന്റെ പരിപാടിയിലോട്ട് രണ്ടും കൽപ്പിച്ച് കയറാം. നോട്ട് അങ്ങനെ വരുമെന്ന. എനിവേസ് ഇന്റൻഷൻസ്, അതായത് മനസ്സുണ്ട്. അപ്പം അതിപ്പോൾ എങ്ങനെ വന്നാലും അങ്ങനെ ആവട്ടെ നോക്കാം. അത് റെസിപ്പി പറഞ്ഞത് ഉഴുന്ന്, ഒരു കുതിർത്ത് വെച്ച ഉഴുന്ന് ഒരു 2 hours ആയിട്ട് ഇപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ അത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ആൻഡ് പിന്നെ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ഇട്ട് അതും അരച്ചെടുക്കുക. അപ്പോൾ ചെയ്തേ. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് കുറച്ച് ഷാലറ്റ്സ്, അപ്പം നമ്മുടെ ചെറിയുള്ളി, ഇതെല്ലാം ഫ്രോസൺ ആണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ പൊളിക്കുക അങ്ങനത്തെ പണിയൊന്നുമില്ല. ഇതും അതെ, ഗാർലിക്കും അതെ ഫ്രോസൺ തന്നെ. ഞാൻ പീൽഡായിട്ടുള്ള ഗാർലിക്ക് മേടിച്ചിട്ട് അത് ഫ്രീസ് ചെയ്യും. അപ്പോൾ അത് ഒത്തിരി നാൾ നിന്നോളും. ആൻഡ് ഇത് എന്ത് പാത്രത്തിൽ വയ്ക്കും? എനിക്ക് ഒരു 2 മീഡിയം സൈസ് അപ്പം ഉണ്ടാക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അതിന് പറ്റിയ പാത്രം ഇല്ല. ഒരു വലിയൊരു ട്രേ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ 2 പാത്രമായിട്ടില്ല. അത് ഞാൻ ഇതിൽ ഒരെണ്ണം വെച്ചിട്ട് മറ്റേത് ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം. സോ ഇഡ്ഡലി തട്ടുണ്ട്. നമ്മുടെ ആ ഒരു റൂട്ട്സും ഒക്കെ നമ്മൾ ചിലപ്പം മറന്നു പോകരുത് അല്ലേ? ആൻഡ് just to think about the beauty of why we are celebrating this. ഇത് ജീസസിന്റെ ലാസ്റ്റ് സപ്പർ ആയിരുന്നു. and he knew it, and like the next day he knew he was going to die, but he knew that was for a purpose as well, and there was a bigger purpose for it, to save us all. And yeah, that's just so beautiful. He chose to spend that time with his friends, with his family, and enjoy that last supper before dying on the cross. So yes, അവൻ്റെ ആ ഒരു മഹത്വം ഒക്കെ തന്നെ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഈ അപ്പം
ശർക്കര ജാഗ്രി പൗഡർ, ശർക്കര പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം തേങ്ങയാണെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള ചിരകിയ തേങ്ങ തന്നെയുണ്ട്. അപ്പം അത് പൊതിച്ച് ചിരണ്ടി ഒന്നും എടുക്കണ്ട. പിന്നെ ഇപ്പം ശർക്കര ആണെങ്കിലും ചീവണ്ട, നേരെ പൊടിയെടുത്താൽ മതി. സോ അങ്ങനെ ഈവൻ തേങ്ങാപ്പാലാണെങ്കിലും ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത്രയും പൊടികളും ഇങ്ങനെ റെഡി ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊട്ടും ബുദ്ധിമുട്ടില്ല. ടേസ്റ്റും കൂടെ ചെയ്തിട്ടറിയാം എങ്ങനെ ഉണ്ടാവുന്ന. പക്ഷേ ഇത് പറഞ്ഞത് 1 കപ്പ് ജാഗ്രി പൗഡർ ഒരു കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് 2-ാം പാല് ചേർക്കുക. ആൻഡ് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും, ക്യൂമിൻ പൗഡർ ആൻഡ് ഏലക്കാപ്പൊടി. തേങ്ങാപ്പാല് ഉണ്ടാക്കാനായിട്ട് ഈ മാഗിയുടെ പൊടിയാണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തിലോട്ട് ഈ മാഗി പൗഡർ ഇട്ടാൽ മതി. സോ റെസിപ്പിയിൽ പറയുന്നത് 3 കപ്പാണ് പാല് വേണ്ടിയേ. ബിജുക്ക് ഇഷ്ടമാണ് നന്നായിട്ട് പാല് ഇങ്ങനെ ഇതിൻ്റെ പാല് കുടിക്കാനായിട്ട്. സോ മേ ബി ഞാനൊരു അറിയില്ല. സോ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുത്തി നോക്കാം. ഒന്നും വരുന്നില്ല. സോ ഐ എം അസ്യൂമിങ് ആയിന്ന്. ഇതെങ്ങനെ അറിയുമെന്ന് അറിയില്ല. അപ്പം വലിയ തിരക്കേടില്ലാതെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും പീസ് ആ ഒരു ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വൈകിട്ട് ലിജോയും കൂടെ വന്നിട്ട് മുറിക്കാം. ഇനിയിപ്പോൾ എന്തായാലും പിള്ളേരെ പിക്ക് ചെയ്യാൻ ടൈമായി. ഓടിപ്പോയി അവരെ പിക്ക് ചെയ്യട്ടെ. ഹാപ്പി ഈസ്റ്റർ. ലുക്ക് അറ്റ് മീ, my Easter bunny. Easter bunny coming? That's right. Sunday Easter bunny will come, and you're a little Easter bunny. Did you make this card? Isn't it cute, Tara? Yeah, but Mama, is it what? Can you hop like a Easter bunny? Last time we got the Easter bunny and first time we did one piece of it was great. Can you hop like an Easter bunny? Ayyo, bacha. Your lolly is so cute. I love it. didn't say to he's not to protect yourself from the chocolate eggs, so only eat one at home. Okay, good idea. My lolly now. Yeah, da. Then give it to Easter eggs. How about me? Who's going to share with me? Me. Nata? Thank you. നീ എനിക്ക് റാപ്പറാണോ അതാ തരുന്നത്? താങ്ക് യു, സോ സ്വീറ്റ്. ഞാൻ നോർമലി പിള്ളേർ വരുന്നതിന് മുമ്പ് പണികളെല്ലാം തീർക്കാൻ നോക്കും. അപ്പോൾ അവർ വന്നു കഴിയുമ്പം കുറച്ച് നേരം അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, വന്നു കഴിയുമ്പോൾ തന്നെ നല്ല വിശന്നായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഫുഡ് കൊടുക്കുക, പിന്നെ കുളിപ്പിക്കുക, റെഡിയാക്കുക, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ആൾ എൻ്റെ ബാക്കിൽ നടന്ന് ഓരോ കംപ്ലൈൻറ്റും പറഞ്ഞ് ഒക്കെ ഇരിക്കുകയായിരുന്നു. അവൾ എന്നെ ജോയിൻ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുളിച്ചെല്ലാം റെഡിയാക്കി അവരെ. ആൻഡ് നമ്മുടെ അലക്കാനിട്ട കേർട്ടനെല്ലാം ഞാൻ പുറത്തുനിന്ന് എടുത്തു. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കേർട്ടന്. അപ്പം പിള്ളേരെയൊക്കെ ഹെൽപ്പിന് വിളിച്ചിട്ടാണ് സംഭവം പുറത്തോട്ട് എടുത്തത്. ആൻഡ് അപ്പം കേർട്ടനെല്ലാം ആദ്യം ഒന്ന് വിരിക്കാം. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് ഇവരുടെ ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് കൊടുത്തത്. ഇവരുടെ പേരൊക്കെ എഴുതിയിട്ട്. ദാറ്റ് വാസ് ലൈക്ക് റിയലി ക്യൂട്ട്. അപ്പോൾ അവരവരുടെ പേര് എഴുതിയിട്ടുള്ള ബ്ലാങ്കറ്റൊക്കെ പുതച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഒന്ന് ഡീകംപ്രസ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഗോയിങ് ടു സ്കൂൾ ഇറ്റ് സെൽഫ് ഇസ് വെരി സ്ട്രെനുവസ്. ഇപ്പം അത്രയും പഠിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ ദേ ലൈക്ക് ടു ഡീകംപ്രസ് വിത്ത് എ ബിറ്റ് ഓഫ് സ്ക്രീൻ ടൈം. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ നമ്മുടെ കേർട്ടനെല്ലാം തിരിച്ച് ഇട്ടു. ആൻഡ് ലിജോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നാൾ ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകി. അപ്പം അത് വെയിറ്റ്. ഇറ്റ്സ് ബിൻ എ ലോങ് ഡേ. ഇപ്പോൾ സമയം 7:30 ആയി. ലജുവിൻ്റെ ഒരു അനക്കവും ഇല്ല, എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല.
ഇതുവരെ എത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇനിയിപ്പം ലിജോയും കൂടെ വന്നിട്ട് വേണം നമുക്ക് അപ്പം മുറിക്കാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ നടക്കുമോയെന്ന് അറിയില്ല, കാരണം രാത്രി ഇനിയിപ്പോൾ മൂവിയുണ്ട്. എനിവേസ് ഞാനെന്തായാലും കുളിച്ച് പിള്ളേരെല്ലാം റെഡിയായി, ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം കുളിച്ചൊന്ന് റെഡി ആവട്ടെ. മടുത്തു. ഇനിയിപ്പം സിനിമയ്ക്ക് പോയി കിടന്നുറങ്ങാം. ഞങ്ങൾ പോകുന്നത് ഇതിനാണ്, വാഴ 2. എങ്ങനെ ഉണ്ടെന്നറിയില്ല, നോക്കാം. അങ്ങനെ കാത്തിരുന്ന് ഫൈനലി ലിജു എത്തി. ഞാൻ അപ്പം ഉണ്ടാക്കിയെന്ന് കണ്ട് ഭയങ്കര സർപ്രൈസായി. ഞാൻ ആക്ച്വലി പറഞ്ഞില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പിന്നെ ഇത്രയും ലേറ്റ് ആയപ്പോഴത്തേനും എനിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. പിന്നെ പക്ഷേ ഒബ്വിയസ്ലി ഹി ഡിഡ്ന്റ് നോ ഞാൻ ഉണ്ടാക്കിയെന്നൊന്നും ഒട്ടും എക്സ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല. കാരണം ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കാത്ത ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ എനിവേസ് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണമായിരുന്നു. ബട്ട് ഐ തിങ്ക് കുറച്ച് റഷ്ഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിലും I think the moment was still special because we could just spend it together as a family. And അപ്പോൾ നമുക്ക് പിള്ളേർക്കും ഇത് ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് നമുക്ക് അതൊന്ന് കാണിക്കാനും പറ്റി. ലൈക്ക് അവരെല്ലാ വർഷവും കൂടിയിട്ടുണ്ട്, എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യുന്നത് I think it just made it more special and we just celebrated together as a family. So that was quite nice. ട്രഡീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടേതായ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. അത് എല്ലാം നമ്മുടെ പ്രീവിയസ് ജനറേഷൻസ് ചെയ്യുന്ന കാര്യങ്ങളാവണം എന്നില്ല. പക്ഷെ നമ്മളുണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രാക്ടീസസ് ട്രഡീഷൻസ് ആയിട്ട് നമ്മുടെ ഫാമിലി ട്രഡീഷൻസ് ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ഐ തിങ്ക് that itself is beautiful. And I think we celebrated this in our own very little special way. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് വലിയ തരക്കേടല്ലാണ്ടൊക്കെ പോയിട്ടുണ്ട്. ഷേപ്പ് റീറ്റെയിൻ ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു ഭക്തിയിലുള്ള കാര്യം. അങ്ങനെ സിനിമയും കഴിഞ്ഞത് ആ വീട്ടിലെത്തി. നല്ല പാടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു നമുക്കൊരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുന്ന പോലെ. ഐ ലൈക്ക് ഇറ്റ്, വി ഓൾ ലൈക്ക് ഇറ്റ്. നല്ല ചിരിക്കാനും സങ്കടപ്പെടാനും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദിസ് വാസ് എ ലിറ്റിൽ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് ആസ് വെൽ. നല്ല ഉറക്കം വരുന്നുണ്ട്, രാവിലെ 1 മണിയായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.